സിംഹം ഗർജനം മുഴക്കുന്ന അനന്തുവിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അനന്തു പൂച്ചയെ പോലെയായി. ഹായ്, ഞാൻ നിൽക്കുന്നത് അനന്തുവിൻ്റെ കൂടെയാണ്. ഞങ്ങൾ അനന്തുവിൻ്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. നമസ്കാരം. ഉപ്പും മുളകും ലൈറ്റ് എന്ന പരിപാടിയിലെ ഒരു പെൺകുട്ടി ഒളിച്ചോടിപ്പോതുമായി ഉണ്ടായ ചില വിവാദങ്ങൾ കുറച്ച് ദിവസമായി ചിലരൊക്കെ ബ്ലോഗ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത്തരത്തിൽ ചെയ്ത ഒരു ബ്ലോഗ് ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്ന അനന്തുവും സിജോ, നമുക്കെല്ലാവർക്കും അറിയാം, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ താരമാണ്. സിജോയും തമ്മിലുള്ള ചില വാക്കേറ്റങ്ങളാണ്. ഇതിനകത്തിലെ കൊളാബ് ചെയ്തെന്നും പറഞ്ഞ് അനന്തു കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അനന്തു പറഞ്ഞ പോലെ ഈ ചില ബുദ്ധിപൂർവ്വം കളിക്കുന്ന ചില കളികളാണ് ഈ വിമർശനങ്ങൾ ഉണ്ടാക്കി പേരെടുക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഈ അനന്തു എന്ന് പറയുന്നതും ആളും. പക്ഷേ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും മാന്യത കിടന്നും വരുന്നില്ല. പക്ഷേ എന്നാൽ സിജോ ചില കാര്യങ്ങളൊക്കെ അതിരിവിട്ട് സംസാരിച്ചു. അതിൻ്റെ പേരിലുണ്ടായ ചില വിവാദങ്ങൾ ഇങ്ങനെ കത്തിക്കയറി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ അതെല്ലാം കോംപ്ലിമെൻ്റായി. ഇതെല്ലാം ഇവർ തമ്മിലുള്ള ഒരു ഡ്രാമയാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് നോക്കാം. നീ ആണാണോ അതോ പെണ്ണാണോ, ആണും പെണ്ണും കെട്ടവനാണോ, അത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. എന്താണെങ്കിലും ഞാൻ അതിനകത്ത് കടന്ന് കുറെ ചെകയാൻ നിൽക്കുന്നില്ല, നിന്റെ ആണത്തത്തെ ഞാൻ ചോദ്യം ചെയ്യാൻ നിൽക്കുന്നില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇവർ തമ്മിൽ പറയുന്നത്. സിജോ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. നടത്താൻ ക്യാഷ് ഇല്ല, പെണ്ണ് ഇറങ്ങിപ്പോയി. ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി 4-ാം തീയതി. ആ പയ്യൻ ഞാനാണ് ഗൈസ്, ആ പയ്യൻ ഞാൻ ആണ് ഗൈസ്. എല്ലാവരും ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് കുറേ കാര്യങ്ങൾ, സത്യസന്ധമായുള്ള കാര്യങ്ങൾ ആയിട്ട് വാചകം കൊണ്ട് കുറേ കോർത്തിണക്കിയ കുറേ പരിപാടികളാണ് യൂട്യൂബർമാർ കുറച്ച് നാളായിട്ട് ചെയ്യുന്നത്. അതിൽ ചിലരൊക്കെയാണ് ഇവരൊക്കെ തന്നെ. ഇവരുടെയൊക്കെ ഡ്രാമ കളിയാണെന്ന് എനിക്കിത് പറയാൻ പറ്റത്തുള്ളൂ. കാര്യം അത് കഴിഞ്ഞ് ഇപ്പോൾ സിജോയുടെ എന്തോ ആയിക്കോട്ടെ, അവർ തമ്മിലുള്ള കാര്യങ്ങൾ നടന്നതിനിടയ്ക്ക് സിജോയുടെ വായിൽ നിന്ന് വീണ ചില ദേഷ്യത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ ചില ഇപ്പോൾ ഒരു ഫാമിലി ലൈഫൊക്കെ ആയിട്ട് കഴിയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചില ഓപ്പറേഷൻ കഴിഞ്ഞു, അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എന്തായാലും ശരി വായിന്ന് വീണ് നമുക്ക് ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു വേൾഡ് തലത്തിൽ പോകുന്നൊരു സോഷ്യൽ മീഡിയ അല്ല. അപ്പോൾ അത് അങ്ങ് പ്രശ്നമായി കഴിഞ്ഞപ്പം ദേ കിടക്കുന്നില്ല. അനന്തുവിൻ്റെ വീട് തപ്പി സിജോ ചെന്നു. ഇതുവരെ കിടന്ന് എന്തുവാ സിംഹം ഗർജനം മുഴക്കുന്ന അനന്തുവിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അനന്തു പൂച്ചയെ പോലെയായി. ഹായ്, ഞാൻ നിൽക്കുന്നത് അനന്തുവിൻ്റെ കൂടെയാണ്. ഞങ്ങൾ അനന്തുവിൻ്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല. യൂട്യൂബിൽ പിന്നെ ഞങ്ങൾ തമ്മിലാണ് പ്രശ്നം. ഈ വായിന്ന് വീഴുന്ന സിജോ എന്ന് പറഞ്ഞാൽ നല്ലപോലെ വ്ളോഗ് ചെയ്യുന്ന ഫാമിലി വ്ളോഗ്സൊക്കെ ലൈഫോ ഇതൊക്കെ ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ ഈ അബദ്ധം പറ്റിയതായിരിക്കും, എന്തായാലും വെച്ച് അതങ്ങ് കൈകാര്യം ചെയ്തു. ഇപ്പോൾ ആ ഒരു ഉപ്പും മുളകിലെ ആ ഒരു വിഷയത്തിലെടുത്ത തീരുമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിജോയുടെ ഭാഗത്ത് തന്നെ ഞാൻ. പക്ഷേ ഈ ആനന്ദവും അതുപോലെ മറ്റു ചില ബ്ലോഗർമാരും പറഞ്ഞു ഇതെല്ലാം കൊളാബാണ്, മറിച്ച എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞിരുന്നു. ഇതിനകത്തിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടോ എന്ന് മനസ്സിലാക്കാതാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും പറഞ്ഞാണ് ഈ കാര്യങ്ങളൊക്കെ സിജോ അതിനൊരു ന്യായീകരണമായിട്ട് വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ശരി, ഇവർ കോംപ്ലിമെൻ്റായി. വീട്ടുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും. അപ്പോൾ കാണുന്ന ആളുകൾക്ക് അതൊരു ഞങ്ങൾ തമ്മിൽ എന്തോ വലിയ ശത്രുത എന്നൊക്കെ വിചാരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം, പിന്നെ ഞങ്ങൾ തമ്മിലാണോ ശത്രുത? നിങ്ങൾ തമ്മിലല്ലായിരുന്നു ഇത്രയും ദിവസം അടിച്ചതിൻ്റെ പേരിൽ ഇപ്പം വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ലോഹ്യമായില്ലേ ഉണ്ടായിരുന്നു. വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ആ വേർഡ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് അറിയാം. ഇപ്പം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പൈതൃകം എന്ന് പറഞ്ഞുകൊണ്ട് അനന്തുവിന്റെ പാരൻസിനെ വളരെ മോശമായ രീതിയിൽ എൻ്റെ വായിന്നൊരു വാചകം വന്നു. തന്തയ്ക്ക് വിളിച്ചെന്നങ്ങ് പറ, പാരൻസിൻ്റെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞത്. എന്തായാലും ശരി, അനന്തു മാന്യമായ രീതിയിലാണ് താങ്കളോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതിനിടയ്ക്ക് പറ്റിയൊരബദ്ധം, സിജോയും കുറ്റം പറയുന്നില്ല. ഇപ്പം മനുഷ്യർക്ക് തെറ്റുകൾ വരാം. പക്ഷേ ഇത് സിജോ കാണിച്ച ഏറ്റവും വലിയൊരു നല്ല കാര്യം എന്ന് പറയുന്നത് ഇത് തിരുത്തുവാനുള്ള ഒരു മനസ്സ് കാണിച്ചു. സിജോയുടെ അച്ഛനും അമ്മയും വൈഫും എല്ലാം പറഞ്ഞു ക്ഷമ ചോദിക്കാതെ വീട്ടിൽ കയറണം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ശരി, ആനന്ദുവിൻ്റെ വീട്ടിൽ വന്നുള്ള കാഴ്ചകളാണ്, സീനുകളാണ്. അത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ മൂച്ചിനെ കയറി പറഞ്ഞതാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതൊക്കെ സംസാരിച്ചു. മേ ബി അനന്ത് ഇപ്പോൾ അതിനെപ്പറ്റി പറയും. അപ്പോൾ അനന്തിൻ്റെ അമ്മയെ കണ്ട് എനിക്കിത് അച്ഛനും അമ്മയും കണ്ട് അതിനെപ്പറ്റി ഒന്ന് ക്ഷമ ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അനന്തിൻ്റെ വീട്ടിലെത്തി. പ്രത്യേകിച്ച് എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ക്ഷമ ചോദിക്കാണ്ട് വീട്ടിൽ കയറിയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേഴ്സണലി എനിക്കും തോന്നി അത് ശരിയല്ല പരാമർശം.
അതായാലും നല്ല തീരുമാനമാണ്. നമ്മുടെ വായിൽ നിന്നൊക്കെ ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ കൊണ്ട് എഴുതാൻ പരസ്പരം യൂട്യൂബർമാർ തമ്മിലാണേലും സമൂഹത്തിലുള്ള ഒരു കാര്യമായാലും ശരി, നമ്മളൊരു ക്ഷമാപണം നടത്തുക, ഒരു കുറ്റസമ്മതം നടത്തുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് സിജോ ചെയ്തത്. ഇപ്പോൾ സിജോയെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന യൂട്യൂബർമാർ പോലും നടത്തിയ വിമർശനങ്ങളായിരിക്കും ഒരുപക്ഷെ സിജോയെ ഇതിന് പ്രേരിപ്പിച്ചത്. കുറച്ചാൾ മുമ്പേ ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ വായി തോന്നിയെങ്കിൽ വിളിച്ച് പറയുമായിരുന്നു അന്ന്, മേ ബി നമുക്ക് ലൈഫാകുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവണം, തെറ്റുകൾ തിരുത്താനുള്ള മനസ്സുണ്ടാവണം. ഇപ്പോൾ അനന്തുവിൻ്റെ അമ്മയെ കണ്ടു, അനന്തുവിനെ നേരിട്ട് കണ്ടു. എനിക്ക് അനന്തുവിനുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ, ഞാനത് തുറന്ന് സംസാരിച്ചു. ഏതായാലും കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്നത്. ഏതായാലും ഇനി ഇങ്ങനെ അങ്ങ് പോയാൽ മതി. ഇനിയും ഇവർ തമ്മിൽ ഇനിയൊരു ചൊറിച്ചിൽ പെട്ടെന്ന് ഉണ്ടാകത്തില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ മറ്റൊരു മറുചൊറിച്ചിലുണ്ടായി. നമുക്കതാണ് കാണേണ്ടത്. ഈ മൂപ്പൻസ് കയറി അങ്ങ് ഇതായി. കാര്യം വേറൊരു ബ്ലോഗർ കയറി ഇതിനെക്കുറിച്ച് പറഞ്ഞെന്നും പറഞ്ഞാണ് പുള്ളിക്ക് കയറിക്കൊണ്ടത്. അപ്പോൾ എല്ലാവർക്കും അങ്ങ് കൊള്ളലിൻ്റെ ഒരു കാലമാണ്. മച്ചാൻ അതുൽ ബ്ലോഗ്സ്, പിന്നെ വിവി, പിന്നെ നമ്മുടെ ഹൈ ഫ്രണ്ട്സ് എന്ന് പറയുന്ന നമ്മുടെ അണ്ണനുണ്ടല്ലോ, നമ്മുടെ മൂപ്പൻസ്, ഇവരൊക്കെ ശിശുത്തി തെറി വിളിച്ചില്ലെന്ന്. അതായത് പിന്നെ ഒരു ലേഡി ബ്ലോഗർ ഉണ്ടായിരുന്നു. എടാ നീ കണ്ടോടാ ഞാൻ അവനെ തെറി വിളിക്കുന്നത്, സിജോയെ തെറി വിളിക്കുന്നത്? ഇനി അഥവാ ഞാൻ തെറി വിളിച്ചിട്ടുള്ളതാണെങ്കിൽ ഞാൻ തെറി വിളിച്ചെന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് യാതൊരു മടിയുമില്ല, പറയാൻ വിളിച്ചു എന്ന് തന്നെ പറയും. എൻ്റെ അമ്മ ഏതായാലും കൂട്ടത്തല്ല, യൂട്യൂബർമാർ തമ്മിൽ തല്ലി 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 ഒരു പരിവായി. യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോം തന്നെ കുറച്ച് ദിവസം ഓഫ് ചെയ്തിടുമെന്ന് തോന്നുന്നു ഈ തല്ല് കണ്ട്. യൂട്യൂബ് പേടിച്ച് കാണും ഇത്രയും തല്ല് കണ്ടിട്ട്. എന്തായാലും ശരി, തല്ലിൻ്റെ ഒരു ബഹളമാണ്. മൂപ്പൻസ് കയറി അങ്ങോട്ട് ചൊറിയുന്നു, ഇങ്ങോട്ട് ചൊറിയുന്നു. ഏതായാലും ശരി, സിജോയുടെ ഈ ഇത് നോക്കുമ്പോൾ, യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ സിജോ പറഞ്ഞ കാര്യങ്ങളുടെ ചില വീഡിയോകളൊക്കെ കാണുന്നില്ല, ഹൈഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ശരി, പ്രൈവറ്റാക്കി വെച്ചേക്കൊണ്ട് ഡിലീറ്റ് ചെയ്തോന്നും അറിയത്തില്ല. എന്തായാലും ഇവർ തമ്മിൽ ഇനി ഒരു നല്ല സുഹൃത്ത് ബന്ധം ഉണ്ടാകും എന്ന് തോന്നുന്നു. എപ്പോഴും അത് തന്നെയാണ് നല്ലത്. വിമർശനങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരാളാണ് ഈ അനന്തു. പക്ഷേ അനന്തു വളരെ കൈകാര്യം ചെയ്യുന്ന രീതി സിജോ കണ്ടുപിടിക്കേണ്ടതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടുപിടിക്കേണ്ട. ബുദ്ധിപൂർവ്വം ചെയ്ത് സിജോയുടെ പട വിട്ടത് പോലും തമ്പനയിൽ മാറ്റി. കാര്യം ഒരു സ്ട്രൈക്ക് വരുമെന്ന് പേടിച്ച് അങ്ങനെ പോലും ബുദ്ധിപൂർവ്വം കളിക്കുന്ന ആളാണ് അനന്തു. സിജോ ഏതായാലും കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചെന്ന് തോന്നുന്നു. ഇനിയും നല്ല രീതിയിൽ അവർ പോട്ടെ. ഇതൊക്കെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ എത്രയോ വിഷയങ്ങൾ പരസ്പരം തല്ലിന്നല്ലാതുള്ള വിഷയങ്ങൾ എടുക്കുന്ന കക്ഷികളാണ് ഈ അനന്തു ആയാലും ശരി, ഇവരൊക്കെ സിജോ ആയാലും ശരി, എല്ലാവരും ശരി. അപ്പോൾ ഈ തമ്മിൽ യൂട്യൂബർമാരുടെ കാര്യം ഒന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞാണ്. ഏതായാലും ഇനിയും നല്ല രീതി എല്ലാ യൂട്യൂബർമാരും തമ്മിൽ നല്ലൊരു സൗഹൃദ ബന്ധത്തിൽ തന്നെ പോകണം എന്ന് പ്രത്യേകിച്ച് കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.